ഇവോ ഗെയിമർ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ അടുത്ത മോഡ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ അടുത്ത മോഡ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ ബൈക്ക്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹിമാലയൻ ബൈക്ക് അത് തന്നെ ഗൈസ്, അത് തന്നെ നമ്മുടെ ഹിമാലയൻ ബൈക്കാണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അതിൽ പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, സാധനം ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പ്രൊസീജിയർ ഏത് സാധനം ഫുള്ള് സാധനം ഡൗൺലോഡ്സിൽ വരിക. നമ്മുടെ ഈ സാധനം എക്സ്ട്രാക്ട് ചെയ്യുക, പാസ്വേഡൊന്നുമില്ല. അപ്പോൾ റോയൽ ഫീൽഡ് ഇങ്ങനെ കാണിക്കും. രണ്ടുണ്ട് ഗൈസ്, TXD നമുക്ക് TXD ടൂളും വേണം, GT3 IMG ടൂളും വേണം. അപ്പോൾ നമ്മളെന്തായാലും വിത്ത് ആൽഫ വിത്തൗട്ട് ആൽഫ അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും ആൻഡ്രോയിഡിൽ വരിക, ഡാറ്റയിൽ വരിക, ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് ഡിവൈസ് സ്റ്റോറേജ് വരിക, ആൻഡ്രോയിഡിൽ വരിക, പേസ്റ്റ് ചെയ്യുക. അത്ര പരിപാടി ചെയ്യുക. ഇതൊന്ന് പേസ്റ്റ് ആവട്ടെ ഗൈസ്, വെയിറ്റ് കറവ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് ഇവിടെ ലോഡായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ GT3 IMG ടൂൾ എടുക്കുക. ഇത് വർക്കാവില്ലെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ ലാസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഗൈസ്. വിത്ത് പ്രൂഫിലാണ് ഗൈസ് നമ്മൾ മോഡൊക്കെ ചെയ്യാറ്, അല്ലാണ്ട് ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയെന്ന് കാണിച്ചിട്ട് പിന്നാണ്ട് പോകലല്ല. നമ്മൾ വിത്ത് പ്രൂഫാണ്. ഇത് ലൈറ്റ് വേർഷനിലാണ് ചെയ്യുന്നത്. എൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ താഴെ ആയതുകൊണ്ട് 200 MB ക്ലിയോ മോഡുള്ളതിലും സപ്പോർട്ട് ചെയ്യും ഗൈസ്. ഞാൻ ക്ലിയോ മോഡുള്ളതിലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. എങ്ങനെ GTA സാൻ ആൻഡ്രിയാസ് ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കണവർക്ക് വേണ്ടി ഞാൻ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും ഗൈസ്. പിന്നെ നിങ്ങൾ തീരെ വ്യൂസ് തരുന്നില്ല ഗൈസ്, തീരെ പോരാ, മോശം, വളരെ മോശം. ഇത്രയും നിങ്ങൾക്ക് വേണ്ടി ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്കൊരു ലൈക്കെങ്കിലും തരണ്ടേ മച്ചന്മാരെ. നമ്മൾ വീണ്ടും GT3 IMG ടൂൾ എടുക്കുക, ഡാറ്റ എടുക്കുക, നമ്മളിവിടെ പേസ്റ്റ് ചെയ്താൽ ആ റോക്ക് സ്റ്റാർ ഗെയിംസ് എടുക്കുക, ഫയൽസ് എടുക്കുക, അതിനുശേഷം TXDB എടുക്കുക, അതിൽ GT3 IMG എടുക്കുക, സെലക്ട് ചെയ്യുക. സാധാ പോലെ ഇത് നമ്മൾ സാധാ പോലെ. പിന്നെ ആഡ് ഫയൽസ് വിത്ത് റീപ്ലേസ്, വീണ്ടും ബാക്ക്, അതിനുശേഷം ഡൗൺലോഡ് എടുക്കുക, നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ എടുക്കുക, സാഞ്ചസ് DFF കൊടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിങ്. ഇനി നമ്മൾ റീബിൽഡ് കൊടുക്കുക, റീബിൽഡ് അപ്പോൾ റീബിൽഡ് ആയതിനു ശേഷം നമ്മൾ നേരെ പോയി മറ്റേത് ചെയ്യരുത് കേട്ടോ. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മുടെ ZH പോലെ പോയി ചെയ്യാൻ നിൽക്കരുത്. ഇനി കുറച്ച് സംഭവം കൂടി ചെയ്യാനുണ്ട്, അതെന്തൊക്കെയെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക് അടിക്കുക, എന്നിട്ട് ഇതങ്ങ് ക്രോസ് ചെയ്ത് കളയുക. അതുക്കപ്പുറം നമ്മൾ ഇവിടെ വരിക ഗൈസ്, TXD ടൂൾ എടുക്കുക. ആദ്യം TXD ടൂൾ വർക്കാവും നോക്കട്ടെ. ഞാൻ ഇപ്പോൾ കയറ്റിയതാണ് ഗൈസ്. സോറി ഗൈസ്, വർക്കായാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും TXD ടൂൾ എടുക്കുക. എന്നിട്ട് എന്തൊക്കെയോ ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫയൽസ് നിൽക്കുക, ന്യൂ ഫയൽസ്, അപ്പോൾ ഗൈസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുക്കുക, എന്നിട്ട് ആൻഡ്രോയിഡ് കൊടുക്കുക. ഡാറ്റ കൊടുക്കരുത് കേട്ടോ. അയ്യോ, വീണ്ടും റീസൈക്കിൾ പിന്നല്ല ഗൈസ്, ക്യാൻസൽ. ഡാർക്ക്. വീണ്ടും ആൻഡ്രോയിഡ് കൊടുക്കുക, റോക്ക് സ്റ്റാർ ഗെയിംസ് കൊടുക്കുക, ഫയൽസ് കൊടുക്കുക, TXDB കൊടുക്കുക, GTA3 കൊടുക്കുക, GTA3 ടെക്സ്റ്റ് കൊടുക്കുക, സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്യുക ഗൈസ്. ഇത് ഞാൻ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി സ്ലോ മോഷൻ ആക്കിക്കോളൂ, വിഷയമല്ല. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഓക്കെ കൊടുക്കുക, എന്നിട്ട് ഫ്രം TXD ആർച്ചീവ്സ് കൊടുക്കുക, എന്നിട്ട് ഡൗൺലോഡ്സ് കൊടുക്കുക, എന്നിട്ട് റോയൽ എൻഫീൽഡ് GT സാൻ ആൻഡ്രിയാസ് കൊടുക്കുക, GT3 IMG കൊടുക്കുക. ആദ്യം വിത്ത് ആൽഫ കൊടുക്കുക. ഗൈസ് അപ്പോൾ അതല്ല നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ഫ്രം ഇമേജസാണ് കൊടുക്കേണ്ടത് ഗൈസ്. അപ്പോൾ വിത്ത് ആൽഫ കൊടുക്കുക, എന്നിട്ട് ഡൗൺലോഡ്സിൽ വരിക, റോയൽ എൻഫീൽഡ് കൊടുക്കുക, ടെക്സ്ചർ കൊടുക്കുക, വിത്ത് ആൽഫ കൊടുക്കുക, ഗ്ലാസ് ഹിമാലയൻ കൊടുക്കുക, ടിക്ക് ചെയ്യുക, ഓവർ കൊടുക്കുക, ഇതൊക്കെ അങ്ങ് ഓഫാക്കിയിടുക, ഓക്കെ കൊടുക്കുക, എന്നിട്ട് ഇമ്പോർട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇതിനെ പല കളറുകൾ ആഡ് ചെയ്യാനുണ്ട് ഗൈസ്, വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ചെയ്യാൻ പാടില്ല ഗൈസ്, കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ഇതൊന്ന് ലോഡാവട്ടെ, എന്നിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും ആൻഡ്രോയിഡ് കൊടുക്കുക, റോക്ക് സ്റ്റാർ കൊടുക്കുക. ഒരു മിനിറ്റടാ,
എന്നിട്ട് വീണ്ടും ഡൗൺലോഡ് കൊടുക്കുക. ഇത് ചെയ്തില്ല വർക്കായില്ലെങ്കിൽ ഞാൻ ഇത് എന്തായാലും ഈ വീഡിയോ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ഒരു വീണ്ടും ടെക്സ്റ്റർ കൊടുക്കുക. അയ്യോ വെയിറ്റ്, അങ്ങനെയല്ല സോറി ഗൈസ്. വീണ്ടും നമ്മൾ ഒന്നുകൂടി ഇത് എടുക്കുക. അതിനുശേഷം ആൻഡ്രോയിഡ് എടുക്കുക, റോക്ക് സ്റ്റാർ ഗെയിംസ് എടുക്കുക, ഫയൽസ് എടുക്കുക, TXDB എടുക്കുക, GTA 3 എടുക്കുക, GTA 3 ടെക്സ്റ്റ് എടുക്കുക. ഇത്ര പരിപാടിയിൽ ചെയ്തില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അത്രേ ഉള്ളൂ. അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിവിടെ ക്ലിക്ക് കൊടുക്കുക, ഫ്രം ഇമേജസ് കൊടുക്കുക, വിത്തൗട്ട് ആൽഫ കൊടുക്കുക, ഗ്ലാസ് ഹിമാലയൻ അത് ചൂസ് ചെയ്യുക. നിൽക്കുക, ഗ്ലാസ് ഹിമാലയ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഫ്രം ഇമേജസ് വിത്തൗട്ട് ആൽഫ, വിത്തൗട്ട് ആൽഫ ഇതെല്ലാം അങ്ങ് സെലക്ട് ചെയ്യുക. ഇതിന് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട കളറുകൾ മാത്രം സെലക്ട് ചെയ്താൽ മതി എന്ന് ഞാൻ പറയത്തില്ല. ഇതെല്ലാം സെലക്ട് ചെയ്യണം ഗൈസ്, എന്നാലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. മര്യാദയ്ക്ക് കളിക്കാൻ നിൽക്കരുത്. സൈലൻസറൊക്കെയാണ് ഹിമാലയത്തിൻ്റെ. അപ്പം എല്ലാം നമ്മൾ എടുക്കണം. ഇത് ജസ്റ്റ് അവിടെല്ലാം ഓവർ റൈറ്റ് കൊടുക്കുക. എന്തിങ്ങനെ ഇത് ഓഫ് ചെയ്തിടുക, എല്ലാം ഓഫ് ചെയ്തിടുക, ഓക്കെ കൊടുക്കുക. ഇത് ഇമേജ് പ്രോസസ്സ് ആവട്ടെ, എന്നിട്ട് കാണാം ഗൈസ്. ഇത് ആയതിനു ശേഷം മാത്രമേ ബാക്ക് അടിക്കാൻ പാടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളത് ഒക്കെ ഇമ്പോർട്ടായി ഗൈസ്. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഇമ്പോർട്ടായതിനു ശേഷം 26 ഫയൽസ് ഉണ്ടാകും. അതൊക്കെ ഇമ്പോർട്ടായതിനു ശേഷം നമ്മൾ കട്ട് കൊടുക്കുക. ഇവിടെ ഒരിക്കലും കോപ്പി കൊടുത്തിട്ട് അങ്ങോട്ട് എഴുതിട്ടോ ഗൈസ്, എപ്പോഴും കട്ട് കൊടുക്കണം. എന്നിട്ട് കട്ട് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അപ്ലൈ ടു ഓൾ ഫയൽസ്, റീപ്ലേസ് കൊടുക്കുക, കീപ്സ് റിട്ടേണിങ്. അപ്പം ഇനി ഇതുകൂടി ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. നമ്മളെന്തെങ്കിലും കാണാൻ പോവാണോ ഗൈസ്? ഇത് വർക്ക് ചെയ്യോ ഇല്ലേന്നൊന്നും എനിക്ക് ഉറപ്പില്ല ഗൈസ്. കാരണം ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, അവൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെയിലും വർക്ക് ചെയ്താൽ നല്ലത്, ഇല്ലെങ്കിൽ പൊട്ടത്. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ ഇറക്കും ഗൈസ്. കാരണം നിങ്ങളൊരാളും ഇതിൽ പോയിട്ട് വെറുതെ ഡൗൺലോഡ് ചെയ്ത് MB കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിൽ പറയും നിങ്ങൾക്ക് വർക്കാവോ ഇല്ലേന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി GTA San Andreas എടുത്ത് നോക്കാം ഗൈസ്, വർക്ക് ചെയ്യോ ഇല്ലേന്ന്. അയ്യോ, വർക്ക് ചെയ്യോ ഇല്ലേന്ന് ഇപ്പോൾ അറിയാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അറിയാൻ പറ്റും ഗൈസ്. GTA San Andreasൽ കയറിയിട്ടുണ്ട്. GTA San Andreasൽ നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഓഫ്ലൈൻ കൊടുക്കാം. വൈഫൈ ഓഫാക്കി ഇടാൻ വരട്ടെ ഗൈസ്. ചെറിയ ലാഗ് ഉണ്ടാവുമായിരിക്കും കാരണം വൈഫൈ ഓണാണ്. വൈഫൈ ഓഫ്ലൈൻ ഗെയിമായിട്ട് വൈഫൈ ഓണാക്കിയിട്ടാൽ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ലാഗ് വരികയാണെങ്കിൽ നമ്മൾ വൈഫൈ ഓണാക്കിയിട്ട് ഒന്നുകൂടി വീഡിയോ എടുക്കുന്നതാണ്. ലാഗ് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് അറിയിക്കുന്നതാണ്. ഈ ടെലിഗ്രാമിൽ മെസ്സേജ് വരുന്നു ഗൈസ്, എന്ത് ചെയ്യാൻ, അത് ഓഫ് ചെയ്തിട്ടതാണ് ഗൈസ്. ഞാൻ നമ്മളൊരു പുതിയ വീഡിയോ അടിച്ചു ഗായ്സ്. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റ് ഗോയ്സ്. അപ്പോൾ നമ്മൾ ക്ലിയോ ചിറ്റ് ഓണാക്കി. ബൈക്കിൻ്റെ പേരെന്തായിരുന്നു ബൈക്സ് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു അടിക്കുക, എന്നിട്ട് ഇതെടുക്കുക ഗൈസ്. വന്നിട്ടുണ്ട് നമ്മുടെ ഹിമാലയൻ ബൈക്ക്. ഗോയ്സ് സൂപ്പർ. അപ്പോൾ വന്നിട്ടുണ്ട്. ഇതൊന്നൊരു വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ നോക്കാവുന്നതാണ്. നമ്മുടെ ഹിമാലയൻ ബൈക്കാണ് ഗൈസ്. ഹിമാലയൻ ശബ്ദമൊന്നും മാറിയിട്ടൊന്നുമില്ലെങ്കിലും നമ്മുടെ ഹിമാലയൻ ബൈക്ക് എടുത്തിട്ടാണ് ഗൈസ് നമ്മൾ ഫുൾ കറക്കം. നമ്മുടെ ഹിമാലയൻ കിട്ടി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത് വർക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കോണ്ടിനെൻ്റൽ GT കൊണ്ടുവരും ഗൈസ്. അടുത്ത വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് കോണ്ടിനെൻ്റൽ GT കൊണ്ടുവരും. കോണ്ടിനെൻ്റൽ GT ആണ് ഗൈസ് നമ്മൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൻ്റെ പല കളറുകൾ കൊണ്ട് ഗൈസ്, പല കളറുകൾ. പലതരം കളറുകൾ ഉണ്ട് ഗൈസ്, പലതരം കളറുകൾ ഞാൻ പറഞ്ഞു തരാം. കണ്ടില്ലേ, പലതരം കളറുകൾ. നമുക്ക് മോഡിഫൈ ചെയ്ത കളറുണ്ട്. നമുക്കിപ്പോൾ ഈ കളറാണ് ഭേദം. സെറ്റപ്പ് കളർ ഗൈസ്. എനിക്കെന്തായാലും സാധനം ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യുക. എല്ലാ സ്റ്റെപ്പൊന്നും തെറ്റിക്കാൻ പാടില്ല കേട്ടോ ഗൈസ്. സ്റ്റെപ്പ് തെറ്റിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ആൻഡ്രോയിഡിൽ പോയി ഡാറ്റ പോയിട്ട്
നമ്മളത് കോപ്പി ചെയ്ത് ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണം ഗൈസ്. നമ്മളിപ്പോൾ ലൈറ്റ് വേർഷൻ GTA San Andreas അല്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. അങ്ങനെ ചെയ്യാതെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ GTA Sanന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിന് ഇതുവരെ 10 വ്യൂസ് ആയിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് ഗൈസ് ഒരു വ്യൂസ് ഒക്കെ നേരത്തെ 94 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, നമുക്കൊന്ന് വ്യൂസൊക്കെ തന്നൂടെ ഗൈസ്. എന്തിനാണ് ഗൈസ് ഇത്? അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോ ഇന്ന് തന്നെ എടുക്കാൻ പോവാണ് ഗൈസ്. കാരണം നമുക്ക് നമ്മുടെ വീഡിയോ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ യൂട്യൂബ് വീഡിയോ. സോ ദാറ്റ്സ് വൈ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെങ്കിൽ അടുത്ത മോഡുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഗൈസ്. ഓരോ ദിവസം ഓരോ മോഡ് വീഡിയോസ്. ഇന്നും കൂടി മോഡ് വീഡിയോ ഇടും, നാളെ നമ്മൾ മിഷൻ വീഡിയോ ഇടും, പിന്നെ മറ്റന്നാ മോഡ് വീഡിയോ, പിന്നെ അതിൻ്റെ കിട്ടുന്ന മിഷൻ വീഡിയോ, മോഡ് വീഡിയോ, മിഷൻ വീഡിയോ അങ്ങനെയാണ് കേസ് നമ്മൾ ഇടണം. മോഡ് വീഡിയോ ഒക്കെ നമ്മളെന്തായാലും സ്ഥിരമായിട്ട് തന്നെ ഇടാനായിട്ട് ചാൻസ് ഉള്ളത്. 2 വീഡിയോ ഒരു ദിവസമൊക്കെ ഇടണമെങ്കിൽ പറയുക, കമൻറ്റ് ഡൗൺ ബിലോ ഗൈസ്. പോലീസുകാരനെ കൊണ്ട് തോറ്റില്ലടാ. പോലീസ് എന്താണ് കഥ പ്രശ്നം? പോലീസുകാരനെ എന്ത് തുറന്ന് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ബൈ ബൈ, സീ യു ഓൾ. ടാറ്റാ. നിങ്ങൾക്കൊരു സർപ്രൈസ് കാണിച്ചിട്ടെ ഗൈസ്. ഞാൻ ഒരു സർപ്രൈസ് ഉണ്ട്. ടൊയോട്ട ഹൈലക്സ്, മോഡിഫൈഡ് ഹൈലക്സ്, നമ്മുടെ സ്വന്തം കാറാണ് ഗൈസ്. നമ്മുടെ പയ്യന്മാർ വണ്ടി എന്നിട്ട് ഇവിടെ ടൊയോട്ട ഹൈലക്സ് ആണ് ഗൈസ് നമ്മുടെ വണ്ടി. അത് ഇതിപ്പോൾ എല്ലാവരും കണ്ട് ഞെട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഈ വലിയ വണ്ടിയാണ് ഗൈസ്. നമ്മൾ മോഡിഫൈ ചെയ്തെടുത്താണ്. ഇത്ര ദിവസം മോഡിഫൈ ചെയ്യാൻ ഇട്ടേക്കായിരുന്നു, ഗാരേജിൽ കയറ്റിയേക്കായിരുന്നു. ഇതിൻ്റെ മോഡിൻ്റെ ലിങ്ക് ഗൈസ് ഞാൻ കൊടുക്കാം. ഇത് പിന്നെ സിമ്പിൾ DFF ഓൺലിയാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ നമുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ വീഡിയോ സെപ്പറേറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. അപ്പോൾ ഒരു തമ്പ്നെയിൽ എടുക്കണം ഗൈസ്. ഞാൻ പോയി തമ്പ്നെയിൽ എടുക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും ലൈക്ക് അടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണരുത് ഗൈസ്. എനിക്ക് അത്ര പറയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക്, ബട്ട് ലൈക്ക് ചെയ്യണം ഗൈസ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഡിസ്ലൈക്ക് അടിക്കാൻ പാടില്ല, അത് എനിക്ക് വിഷമാവും ഗൈസ്. സോ എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് പൊക്കി തരിക. ഓക്കെ ഗൈസ്, യൂട്യൂബിലൂടെ പ്രത്യേകിച്ച് ബൈ.